ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വ്ളോഗാണ്, നമുക്കൊരു അധികം ലെങ്ത്തൊന്നുമില്ല, ഇത്തിരി ലെങ്ത്തൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു ജ്വല്ലറിക്കാണ്. അപ്പോൾ നമ്മുടെ ഐതര ഉണ്ണിക്ക് 40-നുള്ള സ്വർണ്ണം എടുക്കാനും അതുപോലെ 40-ൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏഷ്യയിലേക്കാണ് പോയിരിക്കുന്നത്, നടുവട്ടത്തിൽ ഏഷ്യയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഗോൾഡൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ ശേഷം അവനക്ക് കൈച്ചേന് വാങ്ങിക്കാണ്ടായിരുന്നു. അവൻ്റെ കുറച്ച് മുന്നേ വാങ്ങിച്ചത് ചെറിയൊരു പ്രശ്നം വന്നിട്ട് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാറ്റി വേറെ ഒന്നെടുത്തു. പിന്നെ അങ്ങനെ അവർക്ക് ബലൂണൊക്കെ ഇട്ടേക്കും, പിന്നെ അവർക്ക് ഗോൾഡും വേണ്ട സിൽവറും വേണ്ട എന്നുള്ള ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ പോയത് ചോയ്സിലാണ് കേട്ടോ. ചോയ്സ് ഉണ്ട് ഇവിടെ തൃശ്ശൂർ റോഡിനുള്ള എടപ്പാൾ തന്നെ, തൃശ്ശൂർ റോഡിലുള്ള ചോയ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഡ്രസ്സും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ പോയത്. അപ്പോൾ ആദ്യം ഞാൻ ഗൗണാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഗൗണ് നോക്കി വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അത്ര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2-3 ചുരിദാറുകൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊന്ന് ഞാനങ്ങനെ സെലക്ട് ചെയ്തു. അപ്പം ആദ്യം കണ്ടിട്ടുള്ള ആ ഗൗണിലത്തെ സിമ്പിൾ വർക്കുള്ളതെന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഷോൾ ഇഷ്ടപ്പെടില്ല. ഷോൾ ഇഷ്ടപ്പെട്ടത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലോത്ത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പിന്നെ അവസാനം ചുരിദാറിൽ തന്നെ അങ്ങോട്ട് ഫിക്സാക്കി. പിന്നെ താഴെ വന്നിട്ട് മോൾക്കുള്ള ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബില്ലടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ബേബി ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കുക ചെയ്തത്. പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടോ. ചെന്നൈക്കനിൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള ഒരു ചെരുപ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടേക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു കളർ ഉണ്ടാവാത്ത കാരണം ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സൈസ് ഇല്ലാത്ത കാരണം ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ പോയത് ഫാൻസി ഷോപ്പിലാണ്. ഫാൻസിയിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചരട് കെട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ബേക്കറിയിൽ പോയിട്ട് മക്കൾക്കുള്ള 1-2 മിഠായും കൂടെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ചെയ്തത്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ്, കാര്യങ്ങളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. പിന്നെ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 മെഡിസിൻസും കൂടി വാങ്ങിക്കാനായിരുന്നു കേട്ടോ അമ്മക്കൊക്കെ. പിന്നെ അതും വാങ്ങിച്ച് നമ്മൾ പോരെ ചെയ്തത്. ആ ഒരു എടപ്പാളിൻ്റെ ഉള്ളിലുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, എന്താ അതിന് പറയാമെന്ന് എനിക്കത്ര ഓർമ്മ വരുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ പോയി നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.